മെർലിൻ സ്റ്റോറീസിൻ്റെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു അടിപൊളി ഫാമിലി കഥ ആയാലോ? കിച്ചുവിൻ്റെ കഥയാട്ടോ ഇന്ന് പറയാൻ പോകുന്നേ. ആദ്യമായി ചാനൽ കാണാൻ പോകുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. ഒരു കമൻറ്റും കൂടി ഇട്ടേക്കണം കഥ ഇഷ്ടമായെങ്കിൽ. ഇന്ന് കിച്ചുവിൻ്റെ ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു അനുഭവം ഉണ്ടാകുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവൻ്റെ തറവാടിൻ്റെ തൊട്ടടുത്തായിട്ടാ അച്ഛൻ്റെ പെങ്ങളെയും കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ പെങ്ങളുടെ പേരാണ് ഗീത. ഗീത അമ്മായി ആണെങ്കിലും ആൻറ്റി എന്നാണ് അവൻ വിളിച്ച് ശീലിച്ചിട്ടുള്ളത്. ഗീത ആൻറ്റിയെ അവന് ചെറുപ്പം തുടങ്ങിയ ഭയങ്കര കാര്യമാണ്. അവൾക്കും അതെ. ഗീതയ്ക്ക് ഒരു മോളാണുള്ളത്. ഇപ്പോൾ അവൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുക. കിച്ചുവാണിപ്പോൾ രണ്ട് കുടുംബത്തിൻ്റെയും എല്ലാ സഹായത്തിനും ഓടി നടക്കാനുള്ള ഒരാൺതുണ. ഗീതയുടെ അടുത്ത് പല ദിവസവും അവൻ പോയി അവിടെ നിൽക്കും. ഗീതയുടെ ഭർത്താവ് ഗൾഫിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഗീത അവിടെ ഒറ്റയ്ക്കാ. ഇടയ്ക്കിടയ്ക്ക് മാത്രം വന്നു പോകുന്ന ഭർത്താവ്, പിന്നെ ആഴ്ചയിലോ മാസത്തിലോ വരുന്ന മോളും. അതല്ലാതെ ഗീതയ്ക്ക് നേരം പോകാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ആരുമില്ല. അതിനടുത്തായി തന്നെയുള്ള വീട്ടുകാരിയാണ് സിന്ധു. ഗീതയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സിന്ധു എന്ന് വേണമെങ്കിൽ പറയാട്ടോ. കിച്ചു ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് PGക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ആള്. കാണാൻ നല്ല സുമുഖൻ, ഇരുനിറം. വീട്ടിൽ നന്നായി എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നല്ല ഉറച്ച ശരീരവും. ആര് കണ്ടാലും നോക്കിപ്പോവും. അത്രയ്ക്ക് സുന്ദരനാ നമ്മുടെ കിച്ചു. അരുണെന്നാണ് കേട്ടോ കിച്ചുവിൻ്റെ ശരിക്കുള്ള പേര്. വീട്ടിൽ വിളിക്കുന്ന പേരാണ് കിച്ചു എന്ന്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവനൊന്ന് പുറത്തിറങ്ങി. എന്തിനാന്നോ? ഗ്രൗണ്ടിൽ എപ്പോഴും ഫുട്ബോൾ കളിയുണ്ട്. രണ്ടുപേരും ഒന്നിച്ചാ കളിക്കാൻ പോകുന്നത്. ഈ രണ്ടാമത്തെ ആൾ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവൻ്റെ പേര് രാജേഷ്. രാജേഷും കിച്ചുവും ഇപ്പോഴെന്നല്ല പണ്ട് തുടങ്ങിയ ഫ്രണ്ട്സ് ആയിരുന്നു. ആ സമയത്ത് കളിയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായി. രണ്ടുപേരും മാറിയിരുന്ന് സംസാരിക്കുക. അതിനിടയ്ക്ക് അവൻ സംസാരിച്ചപ്പോൾ ഫോണെടുത്ത് ചെവിയിൽ വയ്ക്കുക രാജേഷ്. ഒരു സ്ത്രീയാ സംസാരിക്കുന്ന അപ്പുറത്ത്. രാജേഷിന് അല്പസ്വല്പം സ്ത്രീ വിഷയങ്ങളിൽ കമ്പം കൂടുതലാ. കമ്പം മാത്രമല്ല, അവൻ അതിൽ കുറച്ച് എക്സ്പേർട്ടുമാണ്. എത്ര പെൺകുട്ടികളെയാ അവൻ ഒരേ സമയം വളച്ച് ഫോണിൽ ഇതുപോലെ സൊള്ളിക്കൊണ്ട് നടക്കുന്നതെന്നറിയാമോ? അരുണിന് എപ്പോഴും അത്ഭുത. ഇവൻ്റെ ഒരു കഴിവ് തന്നെ. ഇവനോട് ചോദിച്ചതിൻ്റെ ടെക്നിക്കൊക്കെ പഠിക്കണം. നമുക്കൊന്നും ആരും സെറ്റാവുന്നില്ലല്ലോ. അതിൻ്റെ സങ്കടമായിരുന്നു ആ സമയത്ത് അരുണിനുണ്ടായിരുന്നു. രാജേഷ് അപ്പോൾ ഒരു ആൻറ്റിയെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. കിച്ചു ചോദിച്ചു, ഇതാരടാ? പുതിയ കക്ഷിയാണോ? ആ, 2 ദിവസമേ ആയുള്ളൂ വിളിക്കാൻ തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ടടാ ആള്? ആള് സൂപ്പറാ മോനെ, അടിപൊളിയാ. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച് നന്നായിട്ട് സുഖിപ്പിച്ചിട്ടുണ്ട്. ഭർത്താവ് നാട്ടിലില്ലെന്നാ പറഞ്ഞ്. പുള്ളിക്കാരുടെ പേര് പ്രിയ. ഇപ്പോൾ നിനക്ക് വേണമെങ്കിൽ ഞാനൊന്ന് വിളിച്ച് സംസാരിച്ച് കേൾപ്പിച്ചു തരാം. ഓ അതെയോ? എന്നാ നീ ഇപ്പൊ ഒന്ന് വിളിക്ക്. രാത്രിയാ ഞങ്ങളുടെ സ്ഥിരം പരിപാടി. ഈ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിപ്പോൾ വിളിച്ചു തരാട്ടോ. അത് കേട്ടപ്പോൾ കിച്ചന് ത്രില്ലായി. തനിക്ക് യോഗമില്ലെങ്കിലും കൂട്ടുകാരനെങ്കിലും ഉണ്ടല്ലോ. അവൻ്റെ ഈ വിളിയൊക്കെ ഒന്ന് കേട്ട് നൈസായിട്ടൊന്ന് സുഖിക്കാലോ എന്ന് വിചാരിച്ചു. പ്രിയയെ വിളിക്കുന്ന രാജേഷിനെ നോക്കി കിച്ചു ഇരുന്നു. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കോൾ റിങ്ങുണ്ട്. അപ്പുറത്തുനിന്ന് ഒരു കിളിനാദം കേട്ടു. ഹലോ പ്രിയയല്ലേ? ആ അതെ, രാജേഷ് പറഞ്ഞോളൂ. എന്തെടുക്കുവാ? മക്കള് സ്കൂളിൽ പോയിരിക്കാടാ. സ്കൂളിൽ നിന്ന് ഇപ്പോൾ വരും. അതെയോ? ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. നീയോ? ഞാനും കഴിച്ചു. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് പോടാ, ഞാൻ വല്ലാതെ ആസ്വദിച്ചു. എന്ത് രസമായിരുന്നു. പ്രിയയുടെയും രാജേഷിൻ്റെയും സംസാരം അങ്ങനെ നീളുമ്പോഴേക്കും അത്ഭുതപ്പെട്ടു പോയിരുന്നു കിച്ചു. ഇവരെത്ര സ്വീറ്റായിട്ടാ ഓരോ പെണ്ണുങ്ങളെയും നൈസായിട്ട് ചാക്കിലാക്കി എടുക്കുന്നേ. അവൻ സംസാരം തുടർന്ന് ശ്രദ്ധിച്ചു. അടിപൊളിയായിരുന്നു. നേരിട്ട് പോലും ഞാൻ ഇത്രയും സുഖിച്ചിട്ടില്ല. അതെയോ? പ്രിയ തിരിച്ച് എന്നെ ഇങ്ങോട്ട് സുഖിപ്പിച്ചല്ലോ. ഭയങ്കര ഇഷ്ടമാണല്ലേ അതൊക്കെ? അവൾ ചിരിച്ചു. അതെ.
അതെയോ? അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഭർത്താവിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. അതെന്താ ഭർത്താവ് സമ്മതിക്കാത്തേ? എനിക്കറിയില്ല. ചേട്ടനൊരു പ്രത്യേക ടൈപ്പാ, പുള്ളിയുടെ കാര്യങ്ങളൊക്കെ മാത്രം. അതുകൊണ്ടാ എനിക്കിങ്ങനെ ഫോൺ വിളിയിലൂടെയൊക്കെ ഓരോന്ന് പരീക്ഷിക്കേണ്ടി വന്നത്. ഏതായാലും രാജേഷ് ഇന്നലെ എന്നെ ശരിക്കും സ്വർഗം കാണിച്ചു. ഇന്നലെ മാത്രമല്ലല്ലോ, ഇന്നും നാളെയും ഇനി എന്ന് ഞാൻ സ്വർഗം കാണിക്കില്ലേ? എടാ, മക്കള് വന്നു, എങ്കിലും ഞാൻ വെക്കാണേ, രാത്രി വിളിക്കാം. അപ്പോഴേക്കും അതും പറഞ്ഞ് പ്രിയ കോള് കട്ടാക്കി. രാജേഷ് ഒരു കള്ളച്ചിരിയോടെ ആരുടെ നോക്കിക്കൊണ്ട് കോൾ കട്ട് ചെയ്തു. എടാ അളിയാ, നീ മിടുക്കൻ തന്നെ. എന്നാലും ഈ ചേച്ചിമാരെയൊക്കെ നീ എങ്ങനെയാടാ വളച്ചെടുക്കുന്നേ? അതൊരു സംഭവമാടാ. പ്രത്യേകിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ ഇറങ്ങേണ്ടി വരും ഇതിനു വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവർക്കും പറഞ്ഞ പണിയൊന്നും അല്ല. അതെയോ? നീ എനിക്കെന്നാലൊന്ന് മുട്ടിച്ചു തരുമോ? നിനക്ക് മുട്ടിച്ചു തരാനോ? വേണമെങ്കിൽ സ്വന്തമായി കണ്ടുപിടിക്കടാ. ഇതിനെയൊന്നും ഞാൻ തരത്തില്ല. ഇതൊക്കെ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അടുത്തതിനെ കിട്ടാൻ എന്തൊരു കഷ്ടപ്പാടാന്നറിയോ? രാജേഷ് അല്പം ഗൗരവത്തോടെയും ജാടയിട്ടും തന്നെയാ പറഞ്ഞ്. അവന് ഇതുവരെ പ്രത്യേകിച്ച് ഒരു പരിപാടിയും നടക്കാത്ത അരുണിനോട് അല്പം പുച്ഛം തോന്നിപ്പോയിരുന്നു. അരുണാരോ മോൻ. ഈ അവസരത്തിൽ രാജേഷിന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ലോക്കാകാതെ വെച്ചിരുന്ന അവന്റെ ആ ഫോണിൽ നിന്ന് തഞ്ചത്തിൽ പ്രിയ എന്ന് പറഞ്ഞ് അവൻ സേവ് ചെയ്ത നമ്പർ കൈക്കലാക്കി. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരുന്നു. അല്പം കഴിയുമ്പോഴേക്കും അരുൺ ഗ്രൗണ്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, എടാ ഞാൻ പോവാ, ഇന്ന് അമ്മായിയുടെ വീട്ടിലേക്ക് ചെല്ലണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ആടാ, എങ്കിൽ ശരി, നമുക്ക് നാളെ കാണാം. ഇതും പറഞ്ഞ് ഒരോട്ടമായിരുന്നു പിന്നീട്. രാജേഷ് കാണാതിരിക്കാൻ തൻ്റെ വീട്ടിലേക്ക് അരുൺ. കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മ പറഞ്ഞു, എടാ നീ എങ്കിൽ ഗീതയുടെ അടുത്തേക്ക് ചെല്ല്, അവളോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നല്ല മഴക്കാറും ഉണ്ട്, ചിലപ്പോൾ മഴയെങ്ങാനും പെയ്താലോ. ശരി അമ്മേ. അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് ഗീതയുടെ അടുത്തേക്ക് ചെന്നു അരുൺ. അമ്മാവൻ പോയതിൽ പിന്നെ അധിക ദിവസവും ഇവിടെ ആയിരിക്കും അരുൺ രാത്രി കിടക്കുക. 2 ബെഡ്റൂം ഉണ്ട് കേട്ടോ. രാത്രി കിടക്കുന്നെന്ന് വെച്ച് ഇതുവരെ അമ്മായിയോട് വേറൊരു രീതിയിലുള്ള ചിന്തയും അവന് വന്നിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഗീത ആന്റിയെ അവൻ സ്വന്തം അമ്മയെ പോലെ തന്നെയാ കാണുന്നത്. ഗീതയ്ക്കും തിരിച്ച് അങ്ങനെ തന്നെയാ. അതിനിടയിൽ ഇവൻ വരുമ്പോ തന്നെ ഗീത പറഞ്ഞു, എടാ കുറച്ച് സമയം നീ ഒന്ന് ഇവിടെ ഇരിക്ക്, ഞാൻ കുളിച്ചിട്ട് വരാട്ടോ. ശരി ശരി. അപ്പോഴേക്കും അവൻ ഫോണിൽ നൈസായിട്ട് പ്രിയയ്ക്കൊന്ന് മെസ്സേജ് അയക്കാൻ തുടങ്ങിയിരുന്നു. ആരാണെന്ന് മനസ്സിലായോ? ഇല്ല, ആരാണ്? ഓ സോറി കേട്ടോ, നമ്പർ മാറി അയച്ചതാ. ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു ക്ലാസ്മേറ്റ് ആണെന്നാ വിചാരിച്ചേ. ഓക്കെ ശരി. ഇതും പറഞ്ഞ് ആ മെസ്സേജ് അവിടെ അവസാനിപ്പിച്ചു. അന്ന് രാത്രി അവൻ കാത്തിരിക്കായിരുന്നു. ഒരു 11 മണിയാകുമ്പോഴേക്കും അത്യാവശ്യം ഇടിവെട്ടി നല്ല മഴ പെയ്തു തുടങ്ങി. അരുണാണെങ്കിൽ നല്ല മൂഡിലും. അവനല്പം ടെൻഷൻ തോന്നി ആ നമ്പറിലേക്ക് വിളിക്കാൻ. എങ്കിലും ധൈര്യം സംഭരിച്ച് അവൻ വിളിച്ചു. ആദ്യം അതാ കോൾ ബിസി. ഈ പ്രിയ രാജേഷിനെ വിളിക്കുമായിരിക്കും. രാജേഷിനെ വിളിച്ചു കഴിഞ്ഞാലേ നമ്മളെയൊക്കെ വിളിക്കാൻ ഇവർക്ക് സമയം കിട്ടും. അവനെങ്കിലും 3-4 പ്രാവശ്യം അടുപ്പിച്ച് വിളിച്ചോണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വിളിക്കുന്നത് കാണാഞ്ഞിട്ട് ഫോൺ അവിടെ വെച്ച് അരുൺ കിടന്നു. അതാ ഫോൺ ബെല്ലടിക്കുന്നു. നോക്കുമ്പോൾ പ്രിയയുടെ നമ്പർ. അരുണിന്റെ മനസ്സിൽ സന്തോഷവും ടെൻഷനും ഒരുപോലെ വന്നു. ഹലോ. അവൻ കോൾ എടുത്തു. അപ്പുറത്തുനിന്ന് വിറയാർന്ന ഒരു കിളിനാദം. ഹലോ. അപ്പോഴേക്കും അരുൺ നൈസായിട്ട് വിഷയം മാറ്റി. മനുവിന്റെ നമ്പറല്ലേ, നീ എവിടെയാടാ മനു? അപ്പോഴേക്കും ഗീത തിരിച്ചു പറഞ്ഞു, ഇത് മനുവിന്റെ നമ്പർ അല്ലല്ലോ. അതെയോ, സോറി കേട്ടോ, റോങ് നമ്പർ. അവനൊന്ന് കോൾ കട്ട് ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. ഹലോ. ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? എൻ്റെ പേര് പ്രിയ എന്നാ. കുറച്ച് മുന്നേ വിളിച്ച ആളല്ലേ? അതെ, എൻ്റെ പേര് കിച്ചു. അതെയോ, എന്തായിരുന്നു കിച്ചു വിളിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ മനുവിനെ വിളിച്ചതല്ല കേട്ടോ. അതെയോ, പിന്നെ ആരെയാ വിളിച്ചത്? ഞാൻ ഈ പ്രിയയെ തന്നെ വിളിച്ചതാ. എന്നെയോ? അതിന് മനുവിന് എന്നെ നേരത്തെ അറിയില്ലല്ലോ. അറിയാമല്ലോ, കുറച്ചു മുന്നേ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ലേ? ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞാൻ പ്രിയയുടെ ഫാനായി. അതെയോ,
എൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഫാനായോ? ശബ്ദമാണോ മനുവിന് ഏറ്റവും ഇഷ്ടം? അല്ലല്ല, എനിക്കെല്ലാം ഇഷ്ടമാ. ആഹാ, നീ ആള് കൊള്ളാലോ. എന്തെടുക്കുവാ? ഞാൻ ദാ ഉറങ്ങാൻ കിടന്നു. പ്രിയ എന്തെടുക്കുവാ? ഞാനും കിടന്നു. നല്ല മഴയാ, ഇവിടെ ഭയങ്കര തണുപ്പ്. ഇവിടെയും തണുപ്പുണ്ട്. പ്രിയ ഒറ്റയ്ക്കാണോ? അതെ, ഭർത്താവ് ഗൾഫിലാ. ആഹാ, അതേതായാലും നന്നായി. അവൻ ചിരിച്ചു. അപ്പോഴേക്കും പ്രിയയും ചിരിച്ചു. അതെന്താ മനു നന്നായി എന്ന് പറഞ്ഞേ? അതോ, അത് ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി, കള്ളൻ. എനിക്ക് കുറച്ച് പ്രായമുണ്ട്, ഒരു 40 വയസ്സ്. മനുവിന് പ്രായമുള്ള ചേച്ചിമാർ ഇഷ്ടമാണോ? പിന്നല്ലാതെ, ഞങ്ങളെപ്പോലുള്ള ചെക്കന്മാർക്ക് പ്രായമുള്ള ചേച്ചിമാരെന്ന് വെച്ചാൽ ജീവനാ, ഒരു പ്രത്യേക വികാരമാ. അത് പ്രിയയ്ക്ക് നന്നായി സുഖിച്ചിരുന്നു. അവളൊന്ന് കുറുകി. അതെയോ? അതെ. പ്രിയ ഇപ്പോൾ എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നേ? ഞാനൊരു നൈറ്റി. എന്തു പറ്റി മനു? ഞാൻ അങ്ങോട്ടേക്ക് വന്നാലോ? വന്നിട്ടോ? വന്നിട്ട് പ്രിയയുടെ അടുത്തിരിക്കാം. ഇരുന്നാൽ മാത്രം മതിയോ? പോരാ, എനിക്ക് ഇരിക്കുകയും ചെയ്യണം. അല്പം കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് കിടക്കണം. ഒന്ന് പോ മനു. സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതൊക്കെയാണോ പറയുന്നേ? ആഹാ, പിന്നെ എന്തൊക്കെ പറയണം? പ്രിയയ്ക്ക് എന്തൊക്കെയാ ഇഷ്ടം? പ്രിയ അല്പസമയം മിണ്ടിയില്ല. എനിക്കെല്ലാം ഇഷ്ടമാ. അതെയോ? എങ്കിൽ പ്രിയയുടെ എല്ലാം ഞാനിന്ന് എടുക്കും. അല്പസ്വല്പം നാണത്തോടെയുള്ള അവളുടെ മറുപടിക്ക് എല്ലാം സമ്മതമാണെന്ന് അവന് മനസ്സിലായിരുന്നു. പിന്നീട് ഒന്നും നോക്കിയില്ല. അവനങ്ങോട്ട് കത്തിക്കയറി. കിച്ചുവിൻ്റെ മനു എന്ന രീതിയിലുള്ള ആ കള്ളപ്പേരിലുള്ള ആ ഫോൺ വിളി നല്ല ഒന്നാന്തരമായി തന്നെ തുടർന്നു. അവനവളെ വാക്കുകൾ കൊണ്ടൊന്ന് സ്വർഗം കാണിച്ചു. പ്രിയ ആവട്ടെ, ഇത്രയും കാലം തനിക്ക് സ്വർഗം കാണിച്ചു തന്നിരുന്ന ചെക്കന്മാരൊക്കെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നെന്നും ഇന്നനുഭവിച്ച സുഖമാണ് ഏറ്റവും വലിയ സുഖമെന്നും പറഞ്ഞപ്പോഴേക്കും മനു അത്ഭുതപ്പെട്ടു പോയിരുന്നു. അവന് ശരിക്കും സന്തോഷം തോന്നിപ്പോയി. തൻ്റെ കഴിവിൽ അത്രയും അഭിമാനവും. എങ്കിൽ ശരി, ഞാൻ നാളെ വിളിക്കാട്ടോ. ശരി, മനു നാളെയും വിളിക്കണേ. ഞാൻ മനുവിൻ്റെ കോള് കാത്തിരിക്കും. പ്രിയയുടെ ആ സംസാരം കേട്ടപ്പോഴേക്കും അവന് സന്തോഷമായി. 2 ദിവസം അവൻ അങ്ങനെ ഫോണിലൂടെ സുഖിപ്പിക്കൽ തുടർന്നു. പ്രിയയും നന്നായി സഹകരിച്ചു. ഇടയ്ക്കിടയ്ക്ക് രാജേഷിൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും അവൻ തിരിച്ചു പറയും, അളിയാ, മറ്റേ പെണ്ണുണ്ടല്ലോ. ഏതാടാ? എടാ, ഞാൻ നിന്നെ അന്ന് ഫോൺ വിളിച്ച് കേൾപ്പിച്ചില്ലേ, പ്രിയ? ആ, പറയടാ, അവൾക്ക് എന്തു പറ്റി? അവൾക്ക് പുതിയ ആരോ സെറ്റായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ വലിയ മൈൻഡൊന്നും ഇല്ല. അതെയോ? പാവം. ആടാ. എന്തൊരു കഷ്ടമാ. അവൾക്ക് വേറെ ഏതോ വണ്ടി കിട്ടിയെന്ന് തോന്നുന്നു. ഇനി അടുത്തതിനെ സെറ്റാക്കണം. അപ്പോഴേക്കും അവരെ ചൂടുപിടിപ്പിക്കാനായിട്ട് അരുൺ പറഞ്ഞു, അതിന് നീ ചില്ലറക്കാരനല്ലല്ലോ അളിയാ. നിനക്ക് വേറൊരെണ്ണം സെറ്റാക്കാൻ വലിയ നേരം വേണോ? അടുത്തതിന് നോക്കങ്ങോട്ട്. ശരിയാ, അടുത്തതിനെ നോക്കി തുടങ്ങണം. 1-2 നമ്പരൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി മുട്ടി നോക്കട്ടെ, ഏതെങ്കിലും ഒരെണ്ണം വളയാതിരിക്കൂല. അന്ന് വൈകുന്നേരം ആകെ സന്തോഷത്തിലായിരുന്നു നമ്മുടെ അരുൺ വീട്ടിലേക്ക് പോയത്. ഏതായാലും രാജേഷിന് ഇനി പ്രിയയിലുള്ള നോട്ടം വിട്ടു. അപ്പോൾ ഇനി പ്രിയ തനിക്ക് മാത്രം സ്വന്തം. അവന് സന്തോഷമായി. അന്ന് വൈകുന്നേരവും ഗീതേൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ അമ്മ പറഞ്ഞു. ഗീതേൻ്റെ വീട്ടിലെ ആ സോഫയിൽ കയറിയിരുന്ന് അവൻ പ്രിയയ്ക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു. അപ്പോഴേക്കും പ്രിയയുടെ മെസ്സേജ് വന്നു. ആ മനു, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നീ ഇവിടെ ഉണ്ടാവില്ലേ? ഞാനിവിടെ ഉണ്ടാവും. പ്രിയ കുളിച്ചിട്ട് വരൂ. അപ്പോഴേക്കും അവൻ്റെ ഗീതയാൻ്റെ വിളിച്ച് പറഞ്ഞു, മനു, കുക്കറിൽ ഞാൻ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 വിസിൽ കൂടെ കഴിയുമ്പോൾ അതൊന്ന് ഓഫാക്കി വെക്കണേ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അവന് പെട്ടെന്നൊരു അത്ഭുതം തോന്നി. ഇതെന്തൊരു കോയിൻസിഡൻസ്. എൻ്റെ അമ്മായിയും കുളിക്കാൻ പോവാണ്, ഇവിടെതാ പ്രിയയും കുളിക്കാൻ പോകുന്നു. അവൻ എന്തൊക്കെയോ സംശയം പോലെ. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവനപ്പോൾ അവൾക്കൊരു മെസ്സേജും കൂടെ അയച്ചു. കുളിച്ചിട്ട് വരുമ്പോൾ എന്ത് ഡ്രസ്സായിരിക്കും ഇടാൻ പോകുന്നേ? ഞാൻ പറയുന്ന ഒരു പച്ച നിറത്തിലെ നൈറ്റി ഇടാമോ? എനിക്കൊരു പച്ചയുണ്ട്, ഞാനതിടാട്ടോ. ശരി, ഇപ്പൊ ഏത് നിറത്തിലാ ഇട്ടിരിക്കുന്നേ? അവൻ ഗീത അമ്മായിയെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. ഗീത അവിടെ അതാ ചിരിച്ചുകൊണ്ട് ഫോണിൽ ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഒരു ചുവപ്പ് നൈറ്റി ഇട്ടിരിക്കുന്നേ. എന്താടാ? അത്ഭുതപ്പെട്ടു പോയിരുന്നു അരുൺ ആ സമയം.
തൻ്റെ അമ്മായി തന്നെയാണ് തന്നോട് ഈ സംസാരിക്കുന്ന പ്രിയയെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ശരി ശരി, ഞാൻ കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് കയറി. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഫ്രിഡ്ജിന് മുകളിൽ വെച്ചിരുന്ന ഫോണിനടുത്തേക്ക് അരുൺ പതിയെ ചെന്നു. ഫോൺ വൈബ്രേഷനിലായിട്ടിരിക്കുന്നേ. അവൻ പതിയെ ആ ഫോൺ എടുത്തു. എന്നിട്ട് തൻ്റെ ഫോണിൽ നിന്ന് കുളി കഴിയാറായോ എന്നൊരു മെസ്സേജ് ഇട്ടു. അതാ കിച്ചു എന്ന് സേവ് ചെയ്തിരിക്കുന്ന ആ നമ്പറിൽ നിന്ന് തൻ്റെ മെസ്സേജ് അവിടെ വരുന്നതായി കാണിക്കുന്നു. അവൻ അത്ഭുതപ്പെട്ടു പോയി. എന്നാലും എൻ്റെ ഗീതമ്മായി, നിങ്ങളാൾ കൊള്ളാലോ. ഗൾഫിലുള്ള എൻ്റെ അമ്മാവൻ ഇതുവരെ അറിയുന്നുണ്ടോ? അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ നിമിഷം വരെ അമ്മായിയെ പറ്റി ഒന്നും വിചാരിക്കാതിരുന്ന അവന് അത് പ്രത്യേകിച്ച് തലയ്ക്കൊരു ഷോക്കായിരുന്നു. ആ നിമിഷം മുതൽ അമ്മായിയെ പറ്റി അവന് മറ്റു ചിന്തകൾ വന്നു തുടങ്ങി. അവളുടെ വിരിഞ്ഞു നിൽക്കുന്ന അരക്കെട്ടും വിടർന്ന് മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ആ പപ്പായകളും അവന്റെ കണ്ണിൽ മിന്നിമറിഞ്ഞു. എങ്കിലും അമ്മായിയുടെ അടുത്ത് തന്നടുത്തേക്ക് മുട്ടിക്കാനായി ഈ കിച്ചു എന്ന ഐഡി തന്നെ ഉപയോഗിക്കണം എന്നവൻ വിചാരിച്ചു. അവൻ നൈസായി അമ്മായിയുടെ കുളി കഴിഞ്ഞ് വരുന്നവരെ കാത്തിരുന്നു. അന്നപ്പുറത്തെ മുറിയിൽ കിടക്കുമ്പോഴേക്കും അമ്മായിയോട് കാര്യമായിട്ട് തന്നെ കിച്ചു സംഭവങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അല്ല, കുളിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. നിനക്ക് അവിടെ പ്രത്യേകിച്ച് പയ്യന്മാരൊന്നുമില്ലേ? 1-2 പേരെയൊക്കെ സെറ്റാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു റൈഡൊക്കെ പോവാലോ. പിന്നെ നന്നായിട്ട് മൂട് കയറുമ്പോൾ ഒരു കുൽസിത പരിപാടി അങ്ങോട്ട് നടത്താം. ഇത് ചിരിച്ചു. എനിക്കങ്ങനെ ആരുമില്ലടാ ഇവിടെ പ്രത്യേകിച്ച്. അതെയോ? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും കിട്ടും. അവൾ ആലോചിച്ച് പറഞ്ഞു. ആ ഉണ്ടുണ്ട്. അവന്റെ പേരും കിച്ചു എന്ന് തന്നെയാ. അരുൺ എന്ന പേരെങ്കിലും ഞങ്ങൾ കിച്ചു എന്ന് വിളിക്കും. എൻ്റെ ആങ്ങളയുടെ മകനാ. തൊട്ടടുത്താണ് വീട്. അവരിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു. അതെയോ? പയ്യൻ കാണാൻ എങ്ങനെ? കാണാൻ തരക്കേടില്ലടാ, നല്ല സുന്ദരനാ. എങ്കിൽ നിനക്കൊന്ന് മുട്ടിക്കൂടെ? അയ്യോ, അത് വേണോ? കാരണം എൻ്റെ ബ്രദറിന്റെ മോനല്ലേ. ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകും. ഏയ്, നീ സീരിയസ് ആയിട്ട് ചിന്തിക്ക്. ഇങ്ങനെ ബന്ധമുള്ളവരാകുമ്പോൾ പുറത്ത് പറയില്ല. അവരെ കൂടുതൽ വിശ്വസിക്കാം. അങ്ങനെ നീ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെക്കാളും അങ്ങനെ ഫാമിലിയിലുള്ളവരുടെ റിലേഷനാ കൂടുതൽ സക്സസ് ആവുന്നേ. ആണോ? ശരിയാവോ? എനിക്കൊരു പേടിയുണ്ട്. സത്യമായിട്ട് ശരിയാവും. ഒന്ന് വിളിച്ചു നോക്കുന്നേ, എൻ്റെ മുത്തല്ലേ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനു ഗീതയെ അന്ന് എരിപിരി കയറ്റി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് പരസ്പരം സ്തുതിച്ചു. തൻ്റെ അമ്മായിയെ കൊണ്ട് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയപ്പിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഐഡിയയിലായിരുന്നു ഇപ്പോൾ ഇരിക്കുന്നത്. കിച്ചുവിൻ്റെ ഈ രണ്ടാമത്തെ സിമ്മ് ഗീതയ്ക്ക് അറിയില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ആ സിമ്മിലേക്ക് ഒരു നമ്പർ വന്നു. പ്രിയ എന്ന് പറഞ്ഞ നമ്പർ. അവൻ ഫോൺ എടുത്തു. ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? ഹലോ, അരവിന്ദാണോ? അല്ലല്ലോ, എൻ്റെ പേര് കിച്ചു എന്നാണ്. അതെയോ? സോറി കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും അവൾ ഫോൺ കട്ട് ചെയ്തു. അല്പസമയം കഴിയുമ്പോഴേക്കും വീണ്ടും കോൾ വന്നു. സോറി കേട്ടോ. ബുദ്ധിമുട്ടായില്ലല്ലോ? ഞാൻ എൻ്റെ ഒരു കസിനെ വിളിച്ചതാ. ഇല്ല, ഈ കിളിനാദം കേട്ടാൽ എങ്ങനെ ബുദ്ധിമുട്ടാവാനാ? നല്ല ശബ്ദം. പറയൂ. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ അമ്മായി തന്നെ ഇങ്ങോട്ടേക്ക് വളയ്ക്കാൻ നോക്കുന്നത് അല്പം മുറിച്ചിരിയോടെ ആസ്വദിച്ച് തന്നെ അവൻ കേട്ടു. എങ്കിലും ഈ പെണ്ണ് കൊള്ളാലോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഗീത മനുവിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു. എടാ, ഞാൻ കിച്ചുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ അവനെന്നെ മനസ്സിലായിട്ടൊന്നുമില്ല. പ്രശ്നമില്ലായിരിക്കും അല്ലേ? ഏയ്, നീ എന്ത് മണ്ടത്തിലാ കാണിച്ചേ? വേറെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കാതെ നീ സ്വന്തമായി തന്നെ നിന്റെ ഐഡന്റിറ്റി പറഞ്ഞ് മെസ്സേജ് അയക്ക്. എന്നാലല്ലേ കാര്യമുള്ളൂ. അവിടെ നിൽക്കടാ, ഞാൻ അവനെ ഒന്ന് പരീക്ഷിക്കട്ടെ. എന്നോട് അവൻ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോരെ. ഇനി എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പിന്നാലെ നടക്കണ്ടല്ലോ. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഗീത വീണ്ടും ഒറ്റ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, ഞാൻ കുറച്ച് മുന്നേ വിളിച്ച ആളാണ്. ആ, മനസ്സിലായി. ഈ ശബ്ദം കേട്ടാൽ ആർക്കാ മനസ്സിലാവാത്തേ? നല്ലൊരു കിളിനാദമല്ലേ? പറയൂ, എന്താ വിളിച്ചേ? ഞാനിടയ്ക്കിടയ്ക്ക് ഇതുപോലെ എൻ്റെ കസിനെ വിളിക്കാറുണ്ട്. അവൻ നന്നായിട്ട് എന്നോട് സംസാരിക്കും. എൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് മനസ്സിലായോ? മനസ്സിലായി.
അതുപോലൊരാളാണോ നിങ്ങൾ? അല്ലല്ല, എൻ്റെ കസിനോട് മാത്രമേ ഞാൻ അങ്ങനെ സംസാരിക്കാറുള്ളൂ. കിച്ചുവിന് അതുപോലെ സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ ഇല്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കില്ല. എൻ്റെ മനസ്സിലിപ്പോൾ ഒരു സ്ത്രീയേ ഉള്ളൂ. അതാരാ? മനുവിന് ആരുടെങ്കിലും പ്രണയമുണ്ടോ? വേണമെങ്കിൽ പ്രണയമെന്ന് പറയാം. ശരിക്കും പറ, എങ്കിൽ ആരാണ് ആ ഭാഗ്യവതി? അതെയോ, എൻ്റെ അച്ഛൻ്റെ പെങ്ങളാ, ഗീത എന്ന പേര്. നല്ല സുന്ദരിയായ അമ്മായി. ആ അമ്മായിയാണ് എൻ്റെ ജീവിതത്തിലെല്ലാം. അതെയോ, എങ്കിൽ അമ്മായിയോട് പറഞ്ഞൂടെ നിനക്ക് അമ്മായിയെ ഇഷ്ടാണെന്ന്? ഇല്ല, അമ്മായിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലോ? എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ? അത് മാത്രല്ല, അമ്മാവരിതൊക്കെ അറിഞ്ഞാലോ? അങ്ങനെ ടെൻഷനുണ്ട്. അതുകൊണ്ടാ. ഏതായാലും ഞാൻ പ്രാർത്ഥിക്കാം, മനുവിൻ്റെയും ആ അമ്മായിയുടെയും കാര്യം വേഗം സെറ്റാവട്ടെ. ശരി, ഇനി ഞാൻ ഈ നമ്പറിൽ വിളിക്കില്ല കേട്ടോ. ഈ നമ്പറിൽ നിന്ന് ഞാൻ കിച്ചുവിൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്യുക, ബ്ലോക്കും ചെയ്യുക. എന്നെ വിളിക്കരുത്. ഇല്ല. ശരി, അപ്പോൾ പരിചയപ്പെട്ടതിൽ സന്തോഷം. അത് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. എന്തൊരു സന്തോഷമായിരുന്നു ആ നിമിഷം ഗീതയ്ക്ക് ഉണ്ടായതെന്നോ. തൻ്റെ അനന്തിരവൻ താൻ അവനെ അങ്ങോട്ടേക്ക് വളയ്ക്കാൻ നോക്കുമ്പോഴേക്കും അവന്റെ മനസ്സിൽ താൻ നിറഞ്ഞു നിൽക്കുകയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും സന്തോഷം കൊണ്ട് ഗീതയുടെ മനസ്സ് തുള്ളിച്ചാടിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ മനുവിന്റെ അടുത്ത് മെസ്സേജ് അയച്ചു. ശരി കേട്ടോ, ഞാനെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ വളയ്ക്കാൻ നോക്കട്ടെ. ഒന്ന് വളയ്ക്കാൻ നോക്കട്ടെ. ശരി. അതെ, ഇതുപോലെ ബ്രദറിന്റെ മോനെയൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ മറക്കല്ലേ. എന്നെ പട്ടിണിയാക്കാതെ എനിക്കുള്ളത് തന്നേക്കണം കേട്ടോ. ശരിയടാ, എങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് വരാം. ഇതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഗീത പെട്ടെന്ന് തന്നെ. അപ്പോഴേക്കും ഫോണൊക്കെ മാറ്റിവെച്ച് അരുൺ തന്നെ ഗീതാൻ്റെ വരുന്നത് നോക്കി പ്രതീക്ഷയോടെ കാത്തിരുന്നു. അതാ അവൾ അടുത്ത് വന്ന് സോഫയിലിരുന്നു അവൻ്റെ അടുത്ത്. ഏത് നേരം ഫോണിൽ കളിയാണല്ലോ ചെറുക്കന്, നിനക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലടാ. അവൻ ചിരിച്ചു. അയ്യടാ, ഗീത ആൻറ്റിയും തീരെ മോശമല്ലല്ലോ, എപ്പോഴും ഫോണിൽ തോണ്ടൽ തന്നെയാ പരിപാടി. ആഹാ, പിന്നെ ഫോണിൽ തോണ്ടാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നിന്നെ വന്ന് തോണ്ടണോ? വേണമെങ്കിൽ തോണ്ടിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചെറുക്കൻ്റെ ഒരു പൂതി. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കടാ അരുണേ. അല്ല, ഇതെന്താ ഇങ്ങനത്തെ നൈറ്റിയൊക്കെ എപ്പോഴും ഇടുന്നേ? നല്ല സ്റ്റൈലൻ നൈറ്റിയൊന്നും ഇല്ലേ ഗീതാൻറ്റിക്ക്? എനിക്ക് ഇങ്ങനത്തെ നൈറ്റിയാടാ കൂടുതലുള്ളത്. പിന്നെ ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനത്തെ നൈറ്റിയേ ഉള്ളെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഗീത എന്ന് ചിരിച്ചു. ഒരു സൂത്രക്കണ്ണുള്ള ചിരിയായിരുന്നു അത്. എനിക്ക് വേറെ സ്റ്റൈലൻ നൈറ്റിയൊക്കെ ഉണ്ടടാ, പക്ഷെ പിള്ളേരുള്ളപ്പോൾ അതൊന്നും ഇടാൻ പറ്റില്ല. അതിനിപ്പോൾ ഇവിടെ വേറെ പിള്ളേരൊന്നും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നിന്നെ തന്നെ ഞാൻ ഉദ്ദേശിച്ചേ, പിള്ളേരെന്ന്. ഓ, അവൻ്റെ മുഖം കുസൃതിയുടെ കുറുമ്പെടുത്തുകൊണ്ടിരുന്നു. അവളവൻ്റെ മുഖത്തൊരു കുത്തുകൊടുത്ത് എഴുന്നേറ്റ് പോയി. വാ, ഭക്ഷണം കഴിക്കാം. ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ സീരിയസ് ആയി ചോദിച്ചു. അല്ല, ആ നൈറ്റ് പിള്ളേർ കണ്ടാൽ ഇപ്പം എന്താ കുഴപ്പം? നീ എന്താ ഒട്ടനെ പോലെ അഭിനയിക്കുവാണോ? എടാ, അത് ഭാര്യയും ഭർത്താവും മാത്രമുള്ള സമയത്തൊക്കെ ഇടുന്നതാ. കുറച്ച് അവിടെയും ഇവിടെയൊക്കെ കാണുന്ന രീതിയിലുള്ള നൈറ്റി. എനിക്ക് എങ്ങനെയാടാ അത് ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിൽ ഇട്ടുകൊണ്ട് വരാൻ പറ്റുന്നേ? ഓ, ശരിക്കും പറഞ്ഞാൽ നല്ല സുന്ദരിയാ ഗീതാൻറ്റി. അങ്ങനത്തെ ഡ്രസ്സിലൊക്കെ കാണാൻ ആരായാലും ഒന്ന് ആഗ്രഹിച്ചു പോകും. നിനക്ക് ആഗ്രഹം ഉണ്ടടാ എന്നെ അങ്ങനെ കാണാൻ? സത്യം പറയാരുണേ. അങ്ങനെ ചോദിച്ചാൽ ഇല്ലെന്നെങ്ങനെയാ പറയാൻ പറ്റുക? എനിക്കിഷ്ടം. അമ്മായിയെപ്പോലൊരു സുന്ദരിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സിനിമ നടിയെ പോലെ ഇരിക്കും കാണാൻ. നല്ല ഒന്നൊന്നര ഉഷാർ സാധനല്ലേ അമ്മായി. അവൻ്റെ ആ പൊലിപ്പിക്കല് ഇടയ്ക്ക് നന്നായി ബോധിച്ചിരുന്നു. ഇടയ്ക്ക് എവിടെയോ ചെറുതായി തനിക്ക് ഉരുകി ഉറങ്ങുന്നത് അവൾ അറിഞ്ഞു. ഇവനിങ്ങനെ പറഞ്ഞാൽ അല്പനിമിഷം കഴിയുമ്പോൾ താൻ വികാരപരവശയായി പോകും. ഇതൊക്കെയാകെ നാണം വന്നു. ശരി, നീ ഇപ്പോൾ പോയി കിടക്ക്. അമ്മാവൻ ഫോൺ വിളിക്കാൻ സമയമായി. അപ്പോഴേക്കും അരുൺ ആ മുറിയിൽ പോയി കിടന്നിരുന്നു. എന്തായി? ചെല്ല്, എന്തെങ്കിലും നടന്നോ? മനു അപ്പോഴേക്കും മെസ്സേജ് അയച്ചു. ഇല്ല, ഒന്നും നടന്നിട്ടില്ല. എനിക്കൊരു പേടി പോലെ. ഈ അവസരം ഇനി കിട്ടില്ല പ്രിയ, വേഗം പോയി മുട്ടിക്കോളൂ. ഇത് പറഞ്ഞ് മനു സ്വന്തം ഫോണിൽ നിന്ന് തന്നെ അമ്മായിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. ശരി, ഇനി ഞാൻ അധികം വൈകിക്കുന്നില്ല. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ തീരെ സഹിക്കാൻ പറ്റാത്ത വികാരമായിരിക്കുക. ഇന്ന് തന്നെ അവനോട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ കാര്യമായി പരിപാടി ഇന്ന് തന്നെ നടന്നേക്കും.
അവനും ഇത് കൊതിക്കുന്നുണ്ടെങ്കിലോ, നീ അങ്ങോട്ടേക്കൊന്ന് മുട്ടി നോക്ക്, വേഗം ചെല്ല്. അവൻ ഉറങ്ങിപ്പോയാൽ പ്രശ്നമാകും. ആ എങ്കിൽ ശരി, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാം. അത് പറഞ്ഞ് ഗീത കോൾ കട്ട് ചെയ്തു. മനു, നീ ഉറങ്ങിയോ? മനുവെന്ന് തന്നെ എന്താ മനുവെന്ന് വിളിക്കുന്നതെന്ന് അവൻ അത്ഭുതപ്പെട്ടു പോയി. ഈശ്വര, ഇനി ഞാനാണിതെന്ന് അമ്മായി കണ്ടുപിടിച്ചു. ശരിക്കും അബദ്ധത്തിൽ അവന്റെ പേര് വിളിച്ചു പോയതിൽ ആകെ പരുകിപ്പോയിരുന്നു. അവിടെ ഗീത. അരുണേ, നീ ഉറങ്ങിയോടാ? അവൻ ഡോർ തുറന്നു. ഇരുട്ടായിരുന്നു അവിടെ. നീ ലൈറ്റ് ഇടല്ലേ, 1 മിനിറ്റ്, ഞാൻ അകത്തേക്കൊന്ന് കയറിക്കോട്ടെ. അവൾ പതിയെ ആ മുറിക്കകത്തേക്ക് കയറി. അരുണ്ട വെളിച്ചത്തിൽ അവനൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുറിയിൽ കയറിയ പാടെ ഗീത ഡോറിന്റെ കുറ്റിയിട്ടു. നിനക്കേതായാലും നിർബന്ധമല്ലായിരുന്നു എന്നെ ഈ ഡ്രസ്സിലൊന്ന് കാണാൻ. ഇതാ കണ്ടോളൂ. അടുത്ത നിമിഷം അവൾ ലൈറ്റ് ഓൺ ആക്കി. തൊട്ടു മുന്നിലായി ഒരു ഫാൻസി നൈറ്റി, അതും ട്രാൻസ്പെറന്റ്. ഉള്ളിലിട്ടിരിക്കുന്നതെല്ലാം പുറമെ നന്നായി കാണാം. ആ ട്രാൻസ്പെറന്റ് ഗൗണിൽ നിൽക്കുന്ന അതിസുന്ദരിയായ തന്റെ അമ്മയെ കണ്ടപ്പോഴേക്കും അരുണിന്റെ പൗരുഷം 90 ഡിഗ്രിയിലായി ഉയർന്നു. എന്റെ പൊന്നെ, ഞാൻ എന്ത് കാഴ്ചയാ കാണുന്നേ! ഇതാരാ ഇത്? അമ്മയെ പോലൊരു സുന്ദരിയെ ലോകത്ത് കാണില്ല. അടുത്ത നിമിഷം, എങ്കിൽ ഞാൻ പോട്ടെ, എന്റെ ആഗ്രഹം തീർന്നല്ലോ. ഇനി നീ ചോദിക്കരുത് കേട്ടോ. അത് ശരി, ഇവിടെ വരെ വന്ന് ഈ ഡോറൊക്കെ പൂട്ടിയിട്ട് ഞാൻ പൊയ്ക്കോട്ടെ എന്ന്. ഞാൻ വിടുന്നില്ലെങ്കിലോ? അടുത്ത നിമിഷം അവൻ അവളെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു. മറിച്ചെടുത്ത് ആ ബെഡിലേക്ക് ഇട്ടു. സ്മിത അതെല്ലാം ആഗ്രഹിച്ചതുപോലെ കണ്ണടച്ച് നിന്നു കൊടുത്തു. ഗീതയുടെ ഓരോ അണുവിലേക്കും അവൻ പടർന്നു കയറി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കുകയായിരുന്നു ചുണ്ടുവലിക്കാൻ. അല്പസമയം കഴിയുമ്പോഴേക്കും അവൻ കാര്യപരിപാടിയിലേക്ക് കടക്കാനാവുകയായിരുന്നു. അവൾക്ക് ആദ്യം അല്പം ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അവന്റെ ആ കരവിരുതിൽ അവൾ മതിമറന്നുപോയി. ഇത്രയും കാലം ഭർത്താവിന്റെ ഒപ്പം അനുഭവിച്ച സുഖമൊക്കെ വെറുതെ ആയിരുന്നു എന്നാണ് അവൾക്ക് മനസ്സിലായത്. കാരണം അയാൾക്കെല്ലാം സ്വന്തം ആവശ്യം മാത്രം. അത് കഴിയുമ്പോൾ തിരിഞ്ഞു കിടക്കും. മനു എത്ര കാര്യമായിട്ടാണ് തന്റെ സ്വന്തം ഓരോ ഭാഗത്തും അവൻ കാര്യമായി ഇടപെടലുകൾ നടത്തുന്നത്. അവന്റെ ആ കഴിവിൽ അവൾക്ക് അത്ഭുതം തോന്നി. ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൾക്ക് സംശയമേ തോന്നിയില്ല. അത്രയ്ക്ക് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഏതാണ്ട് 1/2 മണിക്കൂറോളം മനു നിർത്താതെ അവളെ സൂചിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു 25 മിനിറ്റ് കൂടെ കഴിഞ്ഞു കാണും. ടോട്ടൽ ഒരു 1 മണിക്കൂറിനടുത്ത സമയം. വല്ലാത്ത കിതപ്പോടെ അവന്റെ ദേഹത്തേക്ക് നമ്മുടെ ഗീത നിലവിളിച്ചുകൊണ്ട് വീണു. മനുവും അവസാന നിമിഷത്തെ ആ ഉഗ്രസ്ഫോടനത്തിൽ അവളെ കാഞ്ഞു വീണു. പരസ്പരം സുഖിച്ചും രണ്ടുപേരും സ്വർഗം കണ്ടുപോയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു തന്റെ ദേഹത്തേക്ക് നൂൽബന്ധമില്ലാതെ കിടക്കുന്ന അച്ഛന്റെ പെങ്ങളായ ഗീത അമ്മയോട് അവൻ ചോദിച്ചു. അടിപൊളിയായിരുന്നു മോനെ, ഇത്ര അധികം ഞാൻ സുഖിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നിന്റെ അമ്മാവനൊന്നും ഒന്നും അറിയില്ല. അറിയില്ലെന്നോ? ഇതുപോലെ ഒരു കിടിലൻ ആളെ കിട്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന അമ്മാവൻ എന്ത് മണ്ടനാ. ഗീത അത് കേട്ട് ചിരിച്ചു. അതെ, നിന്റെ അമ്മാവൻ ചുരുക്കത്തിലൊരു മണ്ടനാണെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും കൊള്ളാം. നീ ഏതായാലും നല്ല കിടിലൻ പരിപാടിയൊക്കെ തന്നെയാണല്ലോ നടത്തിയത്. ഞാനങ്ങ് വിഷമിച്ചു പോയി. അവനവളെ വീണ്ടും കെട്ടിപ്പിടിച്ചു. അതിനിത് അവസാനിക്കുന്നില്ലല്ലോ, ഇതൊരു തുടക്കം തന്നെയല്ലേ. ഇനി നാളെയും മറ്റന്നാളൊക്കെയായി നമ്മൾ ആഘോഷിക്കും. അതെയോ? അപ്പോഴേക്കും മനുവിന് ഇനിയെങ്കിലും ഞാൻ രഹസ്യമായി വിളിക്കുന്ന കാര്യം പറയണമെന്ന് തോന്നി. ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്റെ ഗീതാമായി സത്യം പറയുമോ? നീ എന്ത് ചോദിച്ചാലും ഞാൻ പറയും. എങ്കിലൊരു കാര്യം പറയട്ടെ, ഈ പരിപാടികൾക്കൊക്കെയായി ആരെങ്കിലും ഫോൺ വിളിക്കാറുണ്ടായിരുന്നു? അത് പറഞ്ഞാൽ എന്നോട് പിണങ്ങുമോ നീ? ഇല്ല, പിണങ്ങുകയില്ല. എങ്കിൽ ഞാൻ പറയാം. 2 ആളെ വിളിച്ചിട്ടുണ്ട്. ഒരാളുമായി ഇപ്പോൾ കോണ്ടാക്ട് ഇല്ല, വേറൊരാളെ വിളിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു തന്ന ഐഡിയ നിന്നെ വളയ്ക്കാൻ. അപ്പോഴേക്കും അവൻ ഉത്സാഹമായി. അവന്റെ പേര് എന്റെ പോലെ കിച്ചു എന്നല്ലേ? അമ്മായി അവനെ മനുവെന്ന് വിളിക്കും, അങ്ങനെയല്ലേ? അവൾ അത്ഭുതപ്പെട്ടു. നിനക്കെങ്ങനെ മനുവിനെ അറിയാം? അവൻ സ്വന്തം ഫോൺ എടുത്ത് മെസ്സേജുകൾ കാണിച്ചു. ഇത് കണ്ടോ, ഞാൻ തന്നെയായിരുന്നത്. അവളുടെ മുഖമൊന്ന് വാടി. അപ്പോൾ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഒരിക്കലും ഇല്ല അമ്മായി. എനിക്ക് അമ്മായിയോടുള്ള ഇഷ്ടം തിരിച്ച് എന്നോടും ഉണ്ടോയെന്നറിയാൻ വേണ്ടി മാത്രം ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആയിരുന്നു. പിന്നെ ഇനി വേറെ ആരെയും വിളിക്കരുത്, സമ്മതമാണോ? ഇല്ലടാ, ഇനി ഞാൻ ആരെയും വിളിക്കില്ല.
ഇനി നിന്റെ സ്വന്തം മാത്രല്ല ഞാൻ. നിന്നെ ഞാനിനി മനു എന്ന് വിളിച്ചോട്ടെ? അങ്ങനെ വിളിക്കാനാണോ അമ്മായിക്ക് ഇഷ്ടം? എങ്കിൽ ഞാൻ പ്രിയ എന്ന് വിളിക്കും. നീ എന്ത് വേണമെങ്കിലും വിളിച്ചോ, എന്റെ മണിക്കുട്ടാന്ന് വിളിക്കാനാ എനിക്കിഷ്ടം. അല്ല, ഈ ഫോൺ നമ്പറിന്റെ ഐഡിയ ഒക്കെ എവിടുന്ന് കിട്ടി? അമ്മായി ഒരു കള്ളച്ചിരിയോട് പറഞ്ഞു. അപ്പുറത്തെ എന്റെ കൂട്ടുകാരിയില്ലേ സിന്ധു, അവൾ പറഞ്ഞു തന്ന ഐഡിയ. അവൾക്കും ഇതുപോലെ പരിപാടിയൊക്കെ ഉണ്ടോ? പരിപാടിയൊന്നും ഇതുവരെ നടന്നിട്ടില്ലെന്നാ അവൾ പറഞ്ഞ്. ഫോൺ വിളി ഉണ്ടടാ. അതെയോ? ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുറന്നു പറയും. ഇവിടെ നിന്റെ അമ്മാവനില്ലാത്തപ്പോ അവളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അവളാ ഇതിനുള്ള ഐഡിയ പറഞ്ഞു. ഏതായാലും കൊള്ളാം. ശരി, എങ്കിൽ ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. വേണ്ട, ഫുഡ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിത്തരാം. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും കളയാനൊട്ട് സമയമില്ല. ഇങ്ങോട്ടേക്ക് വന്നേ. ഗീതയെ വീണ്ടും വലിച്ച് അവൻ ദേഹത്തേക്ക് ഇട്ടു. പിന്നീട് ആദ്യത്തേതിനേക്കാൾ ഒരു ഉഗ്ര പരിപാടികൾക്ക് തന്നെയായിരുന്നു അവിടെ അരങ്ങേറിയത്. ഗീതയുടെ ഓരോ അണുവിലും അവന് സ്ഫോടനം നടത്തിക്കൊണ്ടേയിരുന്നു. എത്ര തവണ തനിക്ക് ഇങ്ങനെ ക്ലൈമാക്സിലെത്തിയെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവസാനം അവളിലേക്ക് ആഴ്ന്നിറങ്ങി സകല പ്രഹരശേഷിയോളും ഉഗ്രൻ സ്ഫോടനം നടത്തി. അരുൺ അവളിലേക്ക് ഇങ്ങനെ കുഴഞ്ഞു വീണു. രണ്ടുപേരും നൂൽബന്ധമില്ലാതെയാണ് അന്ന് അവിടെ കിടന്നുറങ്ങിയത്. അല്പസമയം കഴിയുമ്പോഴേക്കും ഇടിവെട്ടിയൊരു മഴ പെയ്തിരുന്നു. ആ മഴ അവരുടെ രണ്ടാളുടെയും ജീവിതത്തിലേക്കുള്ള ഒരു പുതിയ വെളിച്ചം തന്നെയായി. എന്നാൽ ആ സമയത്ത് മറ്റൊരാൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആരാണെന്നല്ലേ? സിന്ധു. അവളുടെ വീട്ടിൽ തൊട്ടപ്പുറത്ത് നിന്ന് ഭക്ഷണത്തിൽ ചേർക്കാൻ അല്പം പുളി വാങ്ങുവാൻ വന്നതായിരുന്നു സിന്ധു. എങ്കിലും വികാരത്തിന്റെ പുറത്ത് അടുക്കള വാതിൽ പൂട്ടാൻ മറന്നുപോയതായിരുന്നു നമ്മുടെ ഈ ഗീത. അകത്തേക്ക് വരുമ്പോൾ ഞെരക്കവും മൂളലും കേട്ടാണ് അവൾ ശ്രദ്ധിക്കുന്നേ. സ്വന്തം അമ്മായിയോടൊപ്പം കുത്തിമറിയുന്ന അനന്തരവനെ കണ്ടപ്പോഴേക്കും അവൾ മൂക്കത്ത് വിരൽ വെച്ച് പോയിരുന്നു. ഒരു കള്ളച്ചിരിയോടെയാണ് സിന്ധു അവിടെ നിന്ന് പോയത്. ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഈ കഥയുടെ ബാക്കി അറിയാൻ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടോ? എനിക്കുമുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഗീതയുടെയും നമ്മുടെ ഈ കഥാനായകൻ മനുവിന്റെയും അടുത്തേക്ക് പുതിയൊരാളും കൂടെ വരികയാണ്, സിന്ധു. 3 പേരും കൂടെ ഒന്നിച്ച് എങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ പുതിയ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുക. കേൾക്കാൻ തന്നെ കൊതിയാവുന്നു. അടുത്ത പാർട്ടിലായാലോ? ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാട്ടോ. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ ഡിയേഴ്സ്. നിങ്ങളുടെ മെർലിൻ വീണ്ടും വരും.